ഹലോ, അസ്സലാമലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? നമ്മൾ അട പുഴുങ്ങിയിട്ടും അട പൊരിച്ചിട്ടും അട ചുട്ടിട്ടും കഴിച്ചിട്ടില്ലേ? ഇതുപോലെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? തേങ്ങാപ്പാലിൽ അല്ലെങ്കിൽ പശുമ്പാലിലൊക്കെ വേവിച്ചിട്ട്. അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു അടയാണ് കേട്ടോ കാണിച്ചു തരുന്നത്. നമുക്ക് ഉണ്ടാക്കാനും എളുപ്പമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ തേങ്ങാപ്പാലിലോ അല്ലെങ്കിൽ പശുമ്പാലിലൊക്കെ വേവിച്ചിട്ടാണല്ലോ എടുക്കുന്നത്. അതിനായിട്ട് നാളികേരം വേണം. അപ്പോൾ ഞാൻ 1.5 നാളികേരം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കും വേണം, നമുക്ക് നാളികേരപ്പാൽ കൊടുക്കും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരാളുടെയാണ് എടുത്തേക്കുന്നത്, എനിക്ക് നെയ്യ് ഇഷ്ടമില്ലാത്തതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ നെയ്യ് ചൂടാക്കിയിട്ട് അതിലേക്ക് നാളികേരം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനൊരു കപ്പ് നാളികേരമാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഇനി അതൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് ഇതിൽ കണ്ടിപ്പരിപ്പോ മുന്തിരി അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് മുന്തിരി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ഉണക്ക മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തിട്ടൊന്നല്ല കേട്ടോ, അങ്ങനെ ഇട്ട് കൊടുത്തേക്കാണ്, നാളികേരത്തിൻ്റെ കൂടെ ഇട്ട് കൊടുത്തേക്കാണ്. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് കളറ് മാറുന്ന വരെ ഒന്ന് നമുക്ക് ഇളക്കിയെടുക്കണം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചാൽ മതി കേട്ടോ, ഹൈ ഫ്ലെയിമിൽ വെച്ച് വേവിക്കേണ്ട. ഇതൊന്ന് കുറച്ച് വെച്ചാൽ മതി, പെട്ടെന്ന് കരിഞ്ഞ് വരുമല്ലോ. അപ്പോൾ അതിന് ഒന്ന് കുറച്ച് വെച്ചാൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ശർക്കരയും കാട്ടി ഒന്നും കൂടി കാണാനും ഭംഗി ടേസ്റ്റും കൂടി വെക്കുന്നത് ഈ പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ശർക്കര ഇഷ്ടമുള്ളവരാണെങ്കിൽ ശർക്കര ഇട്ട് കൊടുത്തോളൂ കേട്ടോ, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണല്ലോ. പിന്നെ അതാ 2 ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും കേട്ടോ, പഞ്ചസാരൊക്കെ നലിഞ്ഞ് വരുന്ന ഒരു സമയമാകുമ്പോൾ. അപ്പോൾ ഇതായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വേറെ ഒന്നും ഇട്ട് കൊടുക്കരുത് കേട്ടോ. മുന്തിരി അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് അത്ര മാത്രം ഇട്ട് കൊടുത്താൽ മതി. വേറെ സാധനങ്ങളൊന്നും ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ രുചിക്കാണ്ട് കുറേ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ അത് വേണ്ട, നമുക്ക് മുന്തിരി അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതവിടെ ചൂടാറാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടിയെടുക്കില്ല, അപ്പോൾ അതുപോലെ വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, അട ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വെള്ളം ഒഴിച്ച് കൊടുത്തു, അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ പൊടി ഇട്ട് കൊടുക്കുക, നമ്മൾ പത്തിരി പൊടി ഇട്ടിട്ട് വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ചൂടുവെള്ളം വേണമെങ്കിൽ ഒഴിച്ച് കൊടുത്തിട്ട് അത് വാട്ടിയെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അത് പത്തിരിക്കൊക്കെ പൊടി വാട്ടിയെടുക്കണ പോലെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ എനിക്ക് അട ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ എളുപ്പമായിട്ട് തോന്നിയേക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഞാനിത് പത്തിരിക്ക് കുഴക്കണ പോലെ കുഴച്ചിട്ട് പ്രസ്സിൽ വെച്ചിട്ട് അമർത്തിയിട്ടാണ് ഞാൻ അട ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് കുറേ നേരം ഇങ്ങനെ കൈ വെച്ചിട്ട് പരത്തേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇലയിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് അങ്ങോട്ട് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. പക്ഷേ ഇത് അതിന് പറ്റില്ല, ഇത് നമുക്ക് കയ്യിൽ വെച്ച് തന്നെ പരത്തിയെടുക്കണം. അപ്പോൾ ഇത് ഇളം ചൂട് കൊടുക്കണത് തന്നെ കുഴച്ചെടുക്കുക കേട്ടോ, അപ്പോൾ പെട്ടെന്ന് കുഴഞ്ഞ് വരും. പിന്നെ നമ്മൾ പത്തിരിക്ക് കുഴക്കണ പോലെ അത്ര കുറേ നേരം വെച്ച് കുഴക്കൊന്നും വേണ്ട, അട ഉണ്ടാക്കാനല്ലേ, കുറച്ചൊക്കെ കുഴച്ചാൽ മതി. അപ്പോൾ ബറാത്തിന് എല്ലാവരും ചീരണി ഉണ്ടാക്കണതല്ലേ. അപ്പോൾ ഞങ്ങളിവിടെ ചക്കരച്ചോറാണ് ഇട്ട് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾ അടക്ക ഉണ്ടാക്കണവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ. അപ്പോൾ അത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് എടുക്കുക. നമുക്ക് എത്രയും വേണ്ട അതിനനുസരിച്ചിട്ടുള്ള വലുപ്പമാക്കി എടുക്കുക. കുറച്ച് കനം വേണം കേട്ടോ, നമ്മൾ നാളികേരപ്പാലിലിട്ട് വേവിച്ചെടുക്കുകയല്ലേ. അപ്പോൾ അത് കാരണം കുറച്ച് കട്ടിയിൽ തന്നെ അത് പരത്തിയെടുക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉരുളകളാക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു നാളികേരം ഉണ്ടല്ലോ, അതിങ്ങനെ കഴിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഞാൻ ഇത് കുറച്ചെടുത്ത് കഴിച്ച് നോക്കിയപ്പോഴേ നമ്മുടെ ഈ തേങ്ങ ബിസ്ക്കറ്റൊക്കെ ഉണ്ടാവില്ല, അതുപോലെയാണ് ആ ഒരു നാളികേരം. ആ ഡാൽഡയിലും പിന്നെ ഒരു പഞ്ചസാരയും ഏലക്കും കൂടി ഒക്കെ ആയപ്പോൾ നമ്മൾ പണ്ടൊക്കെ ബേക്കറി ഒന്നും മേടിക്കില്ലേ, ഈ തേങ്ങ ബിസ്ക്കറ്റ്, ആ ഒരു ബിസ്ക്കറ്റിൻ്റെ പോലെയാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതാ ഓരോ ഉരുളകൾ വെച്ചിട്ട് കയ്യിൽ വെച്ചിട്ട് പരത്തിയെടുക്കുക. വേണമെങ്കിൽ ഒന്ന് കുറച്ച് വെളിച്ചെണ്ണ തടവിക്കോളൂ കേട്ടോ. ഞാൻ വെളിച്ചെണ്ണ ഒന്നും തേച്ചിട്ടില്ല, ഞാൻ കയ്യിൽ അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെറുതാക്കിയിട്ട് പരത്തിയെടുക്കുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കനം വേണം, അല്ലെങ്കിൽ ഇത് നമ്മൾ നാളികേരപ്പാലിലിടുമ്പോൾ അത് പൊട്ടിപ്പോരും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നാളികേരം വെച്ച് കൊടുക്കുക. ഇനി ഇതുപോലെ നമ്മൾ അടക്ക ഉണ്ടാക്കില്ലേ അതുപോലെ ആക്കിയിട്ട് എടുക്കുക. ഇനി ആ ഒരു 4 ഭാഗം ഒന്ന് കൈ വെച്ചിട്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അതിങ്ങനെ നാളികേരപ്പാലിട്ട് വേവിക്കുമ്പോൾ അതിങ്ങനെ പൊട്ടിപ്പോരും. അപ്പോൾ അതിനാണ് കേട്ടോ കുറച്ച് കനത്തിലും. പിന്നെ അതുപോലെ ആ 4 സൈഡ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അത് തുറന്ന് വരും. ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് തന്നെ ഒരു 2 തുറന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ടൊന്ന് നോക്കിയാൽ മതി. അപ്പം ഇനി ബാക്കിയുള്ളത് എല്ലാം കൂടി ഇതുപോലെ ആക്കിയെടുക്കുക. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ ബെല്ലൈക്കൺ ഓണാക്കിയൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എൻ്റെ വീഡിയോയിലേക്ക് പറയണേ, അപ്പോഴാണ് എനിക്ക് പുതിയ വീഡിയോ ഒക്കെ ഇടുമ്പോൾ മാറ്റങ്ങൾ വരുത്തിക്കാൻ പറ്റുള്ളൂ. നല്ലതായാലും പൊട്ടായാലും നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ, അപ്പോഴാണ് എനിക്ക് പുതിയ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താൻ പറ്റുള്ളൂ. നിങ്ങളവിടെയൊക്കെ പറയാത്തിന് എന്താണ് ചീരണി ഉണ്ടാക്കാറുള്ളത്? ഞങ്ങളവിടെ ചക്കരച്ചോറാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. ചിലവർ ആവിയട ഉണ്ടാക്കും. അപ്പോൾ ഞാൻ ബിരിയാണി അരി വെച്ചിട്ടുള്ള ചക്കരച്ചോറാണ് ഉണ്ടാക്കാറുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. നമ്മൾ അടക്ക അവിടെ ഉണ്ടാക്കൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളികേരപ്പാൽ തിളപ്പിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുകയാണ് ഏറ്റവും നല്ലത്. അടി പിടിക്കുമെന്ന് ചെറിയൊരു പേടിയുണ്ട് കേട്ടോ, അടല്ലേ അതിങ്ങനെ കിടന്നൊന്ന് കുറുകി വരുമല്ലോ. അപ്പോൾ അത് കാരണം ഒന്ന് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അത് എടുക്കുക, അല്ലെങ്കിൽ നല്ലൊരു ചെറിയൊരു ഉരുളി എടുത്താലും മതി. അപ്പോൾ നാളികേരപ്പാലൊക്കെ തിളച്ച് വരുന്നു. നിങ്ങൾക്ക് പശുമ്പാലിൽ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ, പശുമ്പാലിലും ഉണ്ടാക്കിയെടുക്കുക, നാളികേരപ്പാലിലും ഉണ്ടാക്കിയെടുക്കുക. പക്ഷേ ഈ ഒരു നാളികേരപ്പാലിലാവുമ്പോഴാണ് ഒന്നും കൂടി ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ ഇപ്പോൾ പണിയെടുക്കാനൊക്കെ മടിയാണെങ്കിൽ എന്നെപ്പോലെ ചില സമയത്ത് അപ്പോൾ നിങ്ങൾക്ക് നാളികേരപ്പാലിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ.
അപ്പോൾ തേങ്ങാപ്പാൽ നന്നായി തിളച്ചതിൻ്റെ ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നന്നായി തിളച്ചതിൻ്റെ ശേഷം ഇതോരെ അടകളായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലങ്ങോട്ട് മുങ്ങി കിടക്കണം കേട്ടോ. എന്നിട്ട് വേണം വെന്ത് വരാൻ വേണ്ടിയിട്ട്. നമ്മൾ അടക്ക് പുഴുങ്ങി കഴിക്കണേക്കാട്ടിയും ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിൽ. ഈ ഒരു പാലിൽ കിടന്ന് വെന്ത് വരുന്ന കാരണമാവും. ഇനി നമുക്കൊന്ന് അടച്ച് വെക്കാം, വെന്ത് വരണമല്ലോ. 10 മിനിറ്റിനുള്ളിലൊക്കെ ആവും കേട്ടോ. കുറേ സമയമൊന്നും വെച്ച് വേവിക്കൊന്നും വേണ്ട. ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്നതിൻ്റെ ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് വെന്ത് വരണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. എൻ്റെ 2 അട തന്നെ പൊട്ടിപ്പോയിട്ടാണ് അതിൻ്റെ കളറിനൊരു വ്യത്യാസം വന്നേക്കുന്നത്. അല്ലെങ്കിൽ നല്ല വെള്ള കളറായിട്ട് തന്നെ കിട്ടും. ഇതിൽ കണ്ടില്ല, അപ്പോൾ നാളികേരത്തിൻ്റെ ഇതൊക്കെ വന്നേക്കണ്. എന്നാലും ടേസ്റ്റിന് കുറവൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരം വേണമല്ലോ. അപ്പോൾ മധുരം ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട്. കൂടുതലാവണ്ട, കൂടുതലാണെങ്കിൽ നമുക്കത് കഴിക്കുമ്പോൾ തന്നെ ഒരു മടുപ്പ് വരും. അപ്പോൾ കുറച്ചൊക്കെ മധുരത്തിലാണെങ്കിൽ 1-2 കഴിക്കാമല്ലോ. അപ്പോൾ അതാ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഏലക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ നാളികേരത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഏലക്കൊക്കെ വെച്ചിട്ടുണ്ടാക്കിയതല്ല. അപ്പോൾ അത് കാരണം ഇനിയിപ്പോൾ എന്തായാലും ഏലക്ക ഇട്ട് കൊടുക്കണില്ല. ഇനി ഇതൊന്ന് കിടന്നിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. അപ്പോൾ അത് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവൊക്കെ ഓഫ് ആക്കാം കേട്ടോ. ചൂടാറിയും തോറും ഇതൊന്ന് കുറുകി വരിക ചെയ്യുക. അത് കുറുകി വരാൻ വേണ്ടിയിട്ട് അതിൽ വേറെ ഒന്നും ചേർക്കണില്ല കേട്ടോ. നാളികേരപ്പാൽ വറ്റിച്ചെടുക്കുക തന്നെയാണ് ചെയ്യണത്. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് പശുമ്പാൽ വേണമെങ്കിൽ അതിലുണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ അട കോരി എടുക്കണ കണ്ടില്ല, അടക്ക നന്നായി വെന്ത് വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഉടഞ്ഞു പോവോ അല്ലെങ്കിൽ വേവില്ലേ എന്നുള്ള സംശയമൊന്നും വേണ്ട. അട നന്നായി വെന്ത് വന്നിട്ടുണ്ട്, ഉടഞ്ഞു പോയിട്ടുമില്ല. ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോവുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ മീതൊക്കെ കുറച്ച് മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് വറുത്തിടുക. അപ്പോൾ അതും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതങ്ങനെ പൊട്ടിച്ചിട്ട് എടുക്കുക, കഴിക്കുക. ഈ അട കഴിക്കണേക്കാട്ടിയും രുചി നമുക്ക് ആ ഒരു വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ തേങ്ങാപ്പാലിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അത് കുടിക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേക രസമുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കുക. വലിയ പണിയൊന്നും ഇല്ല കേട്ടോ, നമുക്ക് അട ഉണ്ടാക്കാനൊക്കെ എളുപ്പമാണല്ലോ. അപ്പോൾ അതുപോലെ അട ഉണ്ടാക്കിയിട്ട് ഇതുപോലെ നാളികേരപ്പാലിൽ ഇട്ടിട്ടൊന്ന് വേവിച്ച് നോക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും എന്നോടൊന്ന് പറയണേ. അപ്പോൾ ഇനി അടയൊക്കെ കഴിക്കാൻ തോന്നുകയാണെങ്കിൽ ഇതുപോലെ നാളികേരപ്പാലിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കുക. വേഗം ഉണ്ടാക്കാൻ പറ്റും, വേറെ പണിയൊന്നുമില്ല. നമുക്ക് എല്ലാം തിരഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ലല്ലോ. കുറച്ച് നാളികേരപ്പാൽ എടുക്കണം, അല്ലെങ്കിൽ പശുപാൽ വേണം, അത്രേ ഉള്ളൂ. അപ്പോൾ പറ്റുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാലില്ലെങ്കിൽ എന്നോട് വന്ന് പറയണേ. അപ്പോൾ ഇൻഷാ അള്ളാ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.